ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം തീവ്രമായ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു. പ്രമുഖ ദേശീയ നേതാക്കൾ നേരിട്ട് കളത്തിൽ ഇറങ്ങുന്നത് പ്രചാരണത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിനു വേണ്ടി ഇതുവരെ പ്രചാരണത്തിന് എത്താതിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നു മുതൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കം കുറിക്കും. അതേസമയം എൻഡിഎയുടെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർജെഡിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ റാലികൾ നടത്തുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സൂചനയാണ്. രാഹുൽ ഗാന്ധി ബുധനാഴ്ച മുസാഫർപൂരിലെ സഖാരയിലും ദർഭംഗയിലും ആണ് തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നത്. ഈ റാലികളിൽ അദ്ദേഹത്തോടൊപ്പം ആർജെഡി നേതാവും മഹാസഖ്യത്തിന്റെ പ്രധാന മുഖവുമായ തേജസ്വി യാദവും പങ്കെടുക്കും. യുവാക്കളെയും പ്രതിപക്ഷ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള സംയുക്ത റാലികളാണ് ഇരുവരും ചേർന്ന് നടത്തുന്നത്. ഡൽഹിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകും. ഈ നീക്കത്തിലൂടെ മഹാസഖ്യം തേജസ്വി യാദവിന്റെ പ്രാദേശിക സ്വാധീനവും രാഹുൽ ഗാന്ധിയുടെ ദേശീയ പ്രതിച്ഛായയും സംയോജിപ്പിച്ച വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും മുസാഫർപൂരിലെയും ദർഭംഗയിലെയും റാലികൾ മിഥില, തിരുട്ട് മേഖലകളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. മറുവശത്ത് എൻഡിഎ പ്രചാരണത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖർ റാലികൾ നടത്തും. ഇതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്നത് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രചാരണ പരിപാടികൾക്കാണ്. സിവാൻ, ഭോജ്പൂർ, ബക്സർ എന്നീ നിർണായക ജില്ലകളിലാണ് യോഗി ഇന്ന് റാലികളെ അഭിസംബോധന ചെയ്യുന്നത്. യോഗി ആദിത്യനാഥിന്റെ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് ബീഹാറിൽ വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നത് എൻഡിഎയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ഭരണ മികവിനെ കുറിച്ചുള്ള ചർച്ചകളും ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സിവാൻ ജില്ലയിലെ രഘുനാഥ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യ റാലിയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മണ്ഡലം ആർജെഡിയുടെ ശക്തനായ നേതാവും മുൻ എംപിയുമായിരുന്ന ഷഹാബുദ്ദീന്റെ ശക്തി കേന്ദ്രമാണ്. ഷഹാബുദ്ദീന്റെ മകൻ ഒസാമ ഷഹാബ് ഇവിടെയാണ് മത്സരിക്കുന്നത് എന്നതിനാൽ യോഗി ആദിത്യനാഥിന്റെ റാലിക്ക് രാഷ്ട്രീയപരമായ വലിയ പ്രാധാന്യമുണ്ട്. ഷഹാബുദ്ദീന്റെ പേര് സിവാൻ രാഷ്ട്രീയത്തിൽ എന്നും ഒരു വിവാദ വിഷയമാണ്. ക്രമസമാധാന പ്രശ്നങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്വാധീനം പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷഹാബുദ്ദീന്റെ കോട്ടയിൽ നേരിട്ട് ചെന്ന് ശക്തമായ സന്ദേശം നൽകാൻ യോഗി ആദിത്യനാഥ് നടത്തുന്ന ശ്രമം ആർജെഡിയുടെ ജംഗിൾ രാജിനെതിരെ എൻഡിഎ ഉയർത്തുന്ന പ്രചാരണ വിഷയത്തിന് കൂടുതൽ ശക്തി പകരും. രഘുനാഥ്പൂരിലെ യോഗിയുടെ പൊതുയോഗം രാവിലെ 11:15 രാജ്പൂർ സ്പോർട്സ് ഗ്രൗണ്ടിലാണ് ആരംഭിക്കുക. ഇവിടെ അദ്ദേഹം JTU സ്ഥാനാർത്ഥിയായ വികാസ് കുമാർ സിംഗിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും. ഈ മണ്ഡലത്തിൽ വിജയം നേടുന്നത് ആർജെഡിക്ക് നൽകുന്ന ശക്തമായ രാഷ്ട്രീയ പ്രഹരമായിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12:45 യോഗിയുടെ രണ്ടാമത്തെ റാലി ഭോജ്പൂർ ജില്ലയിലെ ഷാപൂർ നിയമസഭാ മണ്ഡലത്തിലെ ബുമരിയിൽ നടക്കും. ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അദ്ദേഹം ജനപിന്തുണ തേടുക. ഭോജ്പൂരിലെ രജപുത്ര വോട്ടുകൾ എൻഡിഎക്ക് നിർണായകമാണ്. അവസാന റാലി ഉച്ചയ്ക്ക് 2:15 ബക്സറിലെ ITI ഗ്രൗണ്ടിലാണ് നടക്കുക. ഈ 3 റാലികളും എൻഡിഎയുടെ പ്രധാന പ്രചാരണ വിഷയങ്ങളായ ക്രമസമാധാനം, വികസനം, തീവ്ര ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഒരു UP മുഖ്യമന്ത്രി ബീഹാറിൽ പ്രചാരണം നടത്തുന്നതിലൂടെ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ആശയം ഊട്ടി ഉറപ്പിക്കാനും BJP ശ്രമിക്കുന്നു. അതേസമയം മഹാസഖ്യത്തിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മുസാഫർപൂരിലെയും ദർഭംഗയിലെയും സംയുക്ത റാലികളിലൂടെ ശ്രമിക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ബീഹാറിലെ യുവ വോട്ടർമാരെയും മുസ്ലിം യാദവ് സമവാക്യത്തെയും അവർ ലക്ഷ്യമിടുന്നു. യോഗി ആദിത്യനാഥിന്റെ റാലികൾക്ക് പുറമെ മറ്റ് NDA നേതാക്കളായ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്നിവരും സംസ്ഥാനത്ത് റാലികൾ നടത്തുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇറക്കി പ്രചാരണം ശക്തമാക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പിന് BJP നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു.